ഹലോ ഗൈസ്, സിവിൽ എഞ്ചിനീയറിംഗ് അപ്ഡേറ്റഡ് എന്ന ചാനലിൽ എല്ലാവർക്കും സ്വാഗതം. ഫസ്റ്റ് വീഡിയോ നമ്മുടെ ഹൈവേ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിരുന്നു. അത് ടെസ്റ്റ് ആയിരുന്നു. 4 ടെസ്റ്റ് നല്ല ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർ ആദ്യം അത് പോയി കാണുക. ആൻഡ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സോ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുമ്പോൾ ഡിസൈൻ ഓഫ് വാട്ടർ ടാങ്കാണ്. ഡിസൈൻ ഓഫ് വാട്ടർ ടാങ്കിൽ എന്ന് പറയുമ്പോൾ വളരെ കോൺസെപ്ച്വൽ ടോപ്പിക്കാണ്. RCC സബ്ജക്റ്റിൽ കൺസിഡർ ചെയ്യുമ്പോൾ വളരെ കൺഫ്യൂസിങ് കൺസെപ്റ്റ്സ് ആണ്. സോ അതെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം എന്തൊക്കെയാണ്. ഫസ്റ്റ് നമുക്ക് നോക്കാം ടൈപ്സ് ഓഫ് വാട്ടർ ടാങ്ക്. ടൈപ്സ് ഓഫ് വാട്ടർ ടാങ്കിൽ ഫസ്റ്റ് എന്ന് പറയുമ്പോൾ മെറ്റീരിയൽ, ടൈപ്സ് ഓഫ് മെറ്റീരിയൽ യൂസ്ഡ് ആണ്. മെറ്റീരിയൽ യൂസ് പറയുമ്പോൾ സ്റ്റീൽ ടാങ്ക്, RCC ടാങ്ക്, PVC ടാങ്ക്. അതേപോലെ ഷേപ്പ് ഓഫ് ദ വാട്ടർ, ആസ് പെർ ഷേപ്പ് എന്ന് നോക്കുമ്പോൾ സർക്കുലർ ടാങ്ക്, റെക്ടാങ്കുലർ ടാങ്ക്, സ്പെറിക്കൽ ടാങ്ക്, കോണിക്കൽ ടാങ്ക്, ഇൻച്ച് ടാങ്ക്. ഇൻച്ച് ടാങ്ക് എന്ന് പറയുമ്പോൾ വളരെ കോംപ്ലിക്കേറ്റഡ് ഡിസൈനാണ്. സോ നമുക്ക് അതിൻ്റെ ഇമേജ് ആക്കി നോക്കാം. ഇമേജ് എന്ന് പറയുമ്പോൾ റെക്ടാങ്കുലർ നോർമൽ. സർക്കുലർ ടാങ്ക് എന്ന് പറയുമ്പോൾ ആക്ച്വലി സർക്കുലറും സ്പെറിക്കലും രണ്ടും ഡിഫറെൻ്റ് ആണ്. സർക്കുലർ എന്ന് പറയുമ്പോൾ ആക്ച്വലി സിലിണ്ടറിക്കൽ ടാങ്കിനെയാണ് നമ്മൾ സർക്കുലർ ടാങ്ക് എന്ന് പറയുന്നത്. അടുത്തത് ഇൻച്ച് ടാങ്ക് ആണ്. ഇൻച്ച് ടാങ്ക് എന്ന് പറയുമ്പോൾ സർക്കുലർ ടാങ്കിൻ്റെയും കോണിക്കൽ ടാങ്കിൻ്റെയും കോമ്പിനേഷൻ എന്ന് പറയാം. പിന്നെ സർക്കുലർ ടാങ്ക്, ഇതിൻ്റെ സർക്കുലർ ടാങ്കിൻ്റെയും എല്ലാ ടാങ്കിൻ്റെയും പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ റിംഗ് ആണ് ആക്ച്വലി ലോഡ് ട്രാൻസ്ഫർ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. അതേപോലെ അടുത്തത് കോണിക്കൽ ബോട്ടം. സോ നമുക്ക് ഇൻച്ച് ടാങ്കിൻ്റെ നമുക്ക് ഡീറ്റെയിലിംഗ് നോക്കാം. അതിൻ്റെ ഫസ്റ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ കോളമാണ്. അതിൻ്റെ കോളമിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് റിങ്സ് ആണ്. റിങ്സ് ഇവിടെയുണ്ട്, താഴെയുണ്ട്, മേളിലുണ്ട്. സോ ആ റിങ്സ് ആണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് നമ്മുടെ ഡിസൈനിൽ കൺസിഡർ ചെയ്യുമ്പോൾ. ഡിസൈൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഹൂപ്പ് സ്ട്രെസ് ആണ് ടാങ്കിൽ ഉള്ളത്. ആക്ച്വലി ഇപ്പോൾ നമ്മൾ വാട്ടർ ഉള്ള ടാങ്ക് ആണെങ്കിൽ വാട്ടറിൻ്റെ ആക്ടിവിറ്റി എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ടാങ്കിൻ്റെ ഡയമീറ്റർ ഇൻക്രീസ് ചെയ്യുക എന്നതാണ്. സോ അത് ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിലുണ്ടാവുന്നത് ഹൂപ്പ് ടെൻഷനാണ്. അതിനെ കൺട്രോൾ ചെയ്യുന്നത് ഈ താഴത്തെയും മേളത്തെയും റിങ്സ് ആണ് അത് കൺട്രോൾ ചെയ്യുന്നത്. എന്നിട്ട് അത് ഈക്വലി കോളം ത്രൂ ലോഡിൽ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യും ഫൗണ്ടേഷനിലോട്ട്. സോ അതാണ് ആക്ച്വലി ബേസിക് കൺസെപ്റ്റ്. പിന്നെ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ചെയ്യുമ്പോൾ ഇമ്പോർട്ടൻ്റ് എന്താണെന്ന് വെച്ചാൽ ഫൗണ്ടേഷൻ്റെ ഡയമെൻഷൻ ഓൾമോസ്റ്റ് ഓൾ ടൈംസിൽ ടാങ്കിനേക്കാളും കൂടുതലായിരിക്കും. എപ്പോഴും കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ ടാങ്കിൻ്റെ CG എന്ന് പറയുന്നത് ഈ ഫൗണ്ടേഷൻ്റെ പെരിഫെറീൻ്റെ അകത്ത് തന്നെ നിൽക്കണം, അല്ലെങ്കിൽ ഈ ടാങ്ക് താഴെ വീഴാനുള്ള ചാൻസസ് ഉണ്ട്. അത് ഡിസൈൻ ചെയ്യുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഈ കാര്യമാണ്. അത് ഡിസൈനർ അതെല്ലാം കൺസിഡർ ചെയ്തിട്ടാണ് ഡിസൈൻ ചെയ്യുന്നത്. പിന്നെ വേറൊരു റീസൺ ഉണ്ട്. ഇപ്പോൾ അൺഈക്വൽ സെറ്റിൽമെൻറ്റ് ആവുകയാണെങ്കിൽ, അൺഈക്വൽ സെറ്റിൽമെൻറ്റ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു സൈഡിൽ ലൂസ് സോയിൽ, ഒരു സൈഡിൽ ഹാർഡ് സോയിൽ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ടാങ്ക് ചരിയാനുള്ള ചാൻസസ് ഉണ്ട്. സോ അൺഈക്വൽ സെറ്റിൽമെൻറ്റ്സിലും ടാങ്ക് ഡാമേജ് ആവാനുള്ള ചാൻസ് ഉണ്ട്. സോ അതെല്ലാം കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഇൻട്രൊഡക്ഷൻ നോക്കാം. ഇനി ഇൻട്രൊഡക്ഷൻ ഓഫ് ദ ടാങ്ക്. നമ്മൾ ആക്ച്വലി ടാങ്ക് എന്തിനാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്? അത് ആക്ച്വലി സ്റ്റോറേജ് ഓഫ് വാട്ടർ ഓർ എനി അതർ ടൈപ്പ് ഓഫ് ലിക്വിഡ് ആണ്, അല്ലെങ്കിൽ പെട്രോളിയം പ്രൊഡക്ട്സ്. അതിനാണ് നമ്മൾ ടാങ്ക് കൺസ്ട്രക്ട് ചെയ്യുന്നത്. വാട്ടർ ടാങ്ക് ആക്ച്വലി ഡിസൈൻ ചെയ്യുന്നത് അൺക്രാക്ഡ് സെക്ഷനായിട്ടാണ്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അൺക്രാക്ഡ് സെക്ഷനായിട്ടാണ് നമ്മൾ വാട്ടർ ടാങ്കിനെ ഡിസൈൻ ചെയ്യുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ടു അവോയ്ഡ് എനി ക്രാക്കിങ്ങിനെ അവോയ്ഡ് ചെയ്യാൻ, പ്ലസ് ടു അവോയ്ഡ് സീപ്പേജ് ഓഫ് വാട്ടർ. ഒബ്വിയസ്ലി വാട്ടർ ടാങ്ക് ആണ്, സോ സീപ്പേജ് ഓഫ് വാട്ടർ ഉണ്ടാവാൻ പാടില്ല. പിന്നെ നമുക്ക് കിട്ടുന്ന സ്ട്രക്ചർ ക്രാക്ക് ഫ്രീ സ്ട്രക്ചർ ആയിരിക്കണം. സോ അതെല്ലാം കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. പിന്നെ കോഡ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ 3374 എന്ന കോഡാണ്. 3374ൻ്റെ പാർട്ട് 1 to 4 ആയ കോഡാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത് ഡിസൈൻ. സോ ഇതിൽ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് എന്ന് പറയുമ്പോൾ അൺക്രാക്ഡ് സെക്ഷനായിട്ടാണ് നമ്മൾ ടാങ്കിനെ ഡിസൈൻ ചെയ്യുന്നത്. സോ നമുക്ക് അടുത്ത് നോക്കാം അൺക്രാക്ഡ് സെക്ഷൻ്റെ ഡീറ്റെയിലിംഗ്. മിനിമം ഗ്രേഡ് എന്ന് പറയുമ്പോൾ M30 ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ബട്ട് IS കോഡ് എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ M25 ആണ് IS കോഡ്. അത് നമുക്ക് നോക്കാം ഡീറ്റെയിലി എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്, അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. പിന്നെ ഹൈ സ്ട്രെങ്ത് ഡിഫോംഡ് ബാർസ് എന്ന് പറയുമ്പോൾ FE415 ആണ്. പിന്നെ മാക്സിമം കാൽക്കുലേറ്റഡ് സർഫസ് വിഡ്ത്ത് ഓഫ് ക്രാക്ക് ഫോർ നമ്മുടെ ഇതിൻ്റെ ടെൻഷൻ എന്ന് പറയുമ്പോൾ ഒന്ന് ഡയറക്റ്റ് ടെൻഷനാണ്, ഒന്ന് ബെൻഡിങ് ടെൻഷനാണ് നമ്മുടെ ടാങ്കിൽ ഉണ്ടാകുന്നത്. സോ അതിൻ്റെ കോമ്പിനേഷൻ അല്ലെങ്കിൽ ടെമ്പറേച്ചറിന് കാരണം കോമ്പിനേഷൻ ഉണ്ടാകുന്ന ഇതെല്ലാം
ആക്ട് ആകുമ്പോൾ നമ്മുടെ സർഫസിൽ ക്രാക്സ് ഫോം ആവാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ ക്രാക്സ് ഫോം ആകുമ്പോൾ അതിൻ്റെ മാക്സിമം എത്ര ആയിരിക്കണം ക്രാക്സ് എന്ന് പറയുമ്പോൾ 0.2 മാത്രമേ നമ്മൾ മാക്സിമം ആയിട്ട് അലൗ ചെയ്യാറുള്ളൂ. 0.2 എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിങ്ങളുടെ നെയിൽ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഡിവൈഡ് ബൈ 5 ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഒരു പാർട്ട് മാത്രമാണ് ഈ 0.2 എന്ന് പറയുന്നത്. 0.2 എന്ന് പറയുമ്പോൾ ഹെയർ തിക്നെസ്, നിങ്ങളുടെ ഹെയർ തിക്നെസ് എന്ന് പറഞ്ഞാലും അതിൻ്റെ ഡയമെൻഷൻ 0.2 ആയിരിക്കും. സോ ഇത് കാരണം ഇതിനെ നമ്മൾ ഹെയർ ക്രാക്സ് എന്നും പറയാറുണ്ട്. സോ അത് റിഫർ ചെയ്യുന്നത് ഈ കോഡ് റിഫർ ചെയ്തിട്ടാണ് നമ്മൾ ഇതിനെ മാക്സിമം ക്രാക്സ് എത്രയെന്ന് ഡിസൈഡ് ചെയ്യുന്നത്. പിന്നെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ലൈൻ എന്ന് പറയുമ്പോൾ അറ്റ് അസംഷൻ ആണ്. അസംഷനിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഇമ്പോർട്ടൻറ്റ് ലൈൻ എന്ന് പറയുമ്പോൾ അറ്റ് എനി ക്രോസ് സെക്ഷൻ പ്ലെയിൻ സെക്ഷൻ ബിഫോർ ബെൻഡിങ് റിമെയിൻസ് പ്ലെയിൻ ആഫ്റ്റർ ബെൻഡിങ്. നമ്മൾ ഒരു ക്രോസ് സെക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ പ്ലെയിൻ സെക്ഷൻ ബിഫോർ ബെൻഡിങ് ആഫ്റ്റർ ബെൻഡിങ് രണ്ടും സെയിം ആയിരിക്കും. അത് നമുക്ക് നോക്കാം എങ്ങനെയാണ്. ഇപ്പോൾ നമുക്ക് ഇത് കൺസിഡർ ചെയ്യാം. ഇപ്പോൾ റെഡ് ആയിട്ടുള്ളത് മാത്രം നോക്കുക. അത് കൺസിഡർ ചെയ്യുമ്പോൾ രണ്ട് ക്രോസ് സെക്ഷനാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ബിഫോർ ബെൻഡിങ് ലൈൻ. ഇപ്പോൾ നമ്മൾ ലോഡ് അപ്ലൈ ചെയ്തു. അപ്പോൾ ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഇത് ബെൻഡാവും. അപ്പോൾ ബെൻഡാവുമ്പോൾ ഇതിൻ്റെ ഫിഗർ ഇങ്ങനെ ഡിഫോം ആകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ബിഫോർ ബെൻഡിങ് ഇതായിരുന്നു, ആഫ്റ്റർ ബെൻഡിങ് ഇതായിരുന്നു. അത് പ്ലെയിൻ സെക്ഷനെ ഒരിക്കലും ചേഞ്ച് ചെയ്യത്തില്ല. പ്ലെയിൻ സെക്ഷൻ ബിഫോർ ബെൻഡിങ് ആയാലും ആഫ്റ്റർ ബെൻഡിങ് ആയാലും പ്ലെയിൻ തന്നെ ആയിട്ടിരിക്കും. ക്രോസ് സെക്ഷൻ ബെൻഡ് ആവത്തില്ല. അത് ബിഫോർ ബെൻഡിങ് ആയാലും ആഫ്റ്റർ ബെൻഡിങ് ആയാലും പ്ലെയിൻ ആയിട്ട് തന്നെ ഇരിക്കും. അതാണ് ഈ ലൈൻ കൊണ്ട് മീൻ ചെയ്യുന്നത്. ആക്ച്വലി ഇങ്ങനെ കാണാൻ പറ്റും ഇതൊരു ആംഗിളിൽ മാത്രമാണ് ഡീവിയേറ്റ് ആവുന്നത്. സോ അത് ആംഗിൾ വെച്ചാണ് നമ്മുടെ ഡീവിയേഷൻ ആവുന്നതാണ് നമ്മൾ അസംഷൻ കൺസിഡർ ചെയ്യുന്നത്. സോ അതാണ് ആക്ച്വലി ഫസ്റ്റ് ലൈൻ എന്ന് പറയുമ്പോൾ അറ്റ് എനി ക്രോസ് സെക്ഷൻ പ്ലെയിൻ സെക്ഷൻ ബിഫോർ ബെൻഡിങ് റിമെയിൻസ് പ്ലെയിൻ ആഫ്റ്റർ ബെൻഡിങ്. സോ പ്ലെയിൻ സെക്ഷൻ ബിഫോർ ബെൻഡിങ് ആയാലും ആഫ്റ്റർ ബെൻഡിങ് ആയാലും പ്ലെയിൻ തന്നെയായിട്ടിരിക്കും. ബട്ട് അതിൻ്റെ ആംഗിൾ മാത്രമാണ് ചേഞ്ച് ആവുന്നത്. അതാണ് ഫസ്റ്റ് അസംഷൻ. അപ്പോൾ അതിനെ കൺക്ലൂഡ് ചെയ്യുന്നത് സ്ട്രെയിൻ ഡയഗ്രാം നമുക്ക് ലീനിയർ ആയിട്ട് കിട്ടും. പ്ലസ് അടുത്ത് നമുക്ക് നോക്കാം മോഡുലർ റേഷ്യോ. മോഡുലർ റേഷ്യോ ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫോർമുല എന്ന് പറയും 280/3 ഇൻറ്റു സിഗ്മ CBC. അതിൻ്റെ ഈ കോഡ് കുറച്ച് വാല്യൂ തന്നിട്ടുണ്ടായിരുന്നു. അതാണ് ഇത്. M25 തൊട്ടാണ് M25 തൊട്ട് 50 വരെ ഉണ്ട്. സോ ഇത് പഠിക്കാൻ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും നമുക്ക്. സോ അതിന് നമുക്ക് ഈസി മെത്തേഡ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വാല്യൂ മാത്രം ഓർമ്മ വെച്ചാൽ മതി. ഇതിൻ്റെ M25ൻ്റെ 8.5 എന്ന് ഓർമ്മ വയ്ക്കുക. അപ്പോൾ 8.5 ആകുമ്പോൾ ഇതിനെ 1.5 ആഡ് ചെയ്യുക, അപ്പോൾ 10 കിട്ടും. അതേപോലെ 1.5 ആഡ് ചെയ്യുക, അപ്പോൾ 11.5 കിട്ടും. അതേപോലെ ഈ പാറ്റേൺ ഫോളോ ചെയ്യുക, അപ്പോൾ അതുപോലെ നമുക്ക് 16 വരെ അങ്ങനെ കിട്ടും. സോ 1.5 ആഡ് ചെയ്ത് മാത്രം വെച്ചാൽ മതി. നമുക്ക് 25ൻ്റെ വാല്യൂ പഠിച്ചാൽ മാത്രം മതി. 8.5 ആണ്. പ്ലസ് 1.5 ആഡ് ചെയ്യുക, അപ്പോൾ നമുക്ക് M30 to M50 നമുക്ക് പഠിക്കാൻ പറ്റും. പിന്നെ മോഡുലർ റേഷ്യോ നമുക്ക് പഠിക്കാൻ അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ പഠിക്കാമെന്ന് വെച്ചാൽ 10, 9, 8, 7, 6, 5, 4 ആ പാറ്റേണിലാണ് ഇത് ഫോളോ ആവുന്നത്. സോ അങ്ങനെ നമുക്ക് M25ൻ്റെ 10 ആണ് നമുക്ക് പഠിച്ചാൽ മാത്രം മതി. ബാക്കി 1 ആയിട്ട് ഡിക്രീസ് ആവും. സോ നമുക്കൊരു ആവറേജ് റേഞ്ച് നമുക്ക് മനസ്സിലാവും മോഡുലർ റേഷ്യോ. പിന്നെ അടുത്തെന്ന് പറയുമ്പോൾ അടുത്ത അസംഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ റിലേറ്റിംഗ് ടു ദ റെസിസ്റ്റൻസ് അഗെയിൻ ക്രാക്കിങ്ങിനെ അഗെയിൻസ്റ്റ് ആണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. പിന്നെ ഇതിന് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എന്ന് പറയാം, ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഹോൾ സെക്ഷൻ ഓഫ് ദ കോൺക്രീറ്റ് ഇൻക്ലൂഡിങ് കവർ വിത്ത് ഓൾ സ്റ്റീൽ റീഇൻഫോഴ്സ്മെൻറ്റ് ക്യാൻ ബി ടേക്കൺ ഇൻ ടു അക്കൗണ്ട്. എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ കോൺക്രീറ്റ് കൺസ്ട്രക്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കോൺക്രീറ്റ് ഫുൾ കൺസ്ട്രക്ട് ചെയ്യണം, പ്ലസ് അതിൻ്റെ സ്റ്റീൽ ഫുൾ കൺസ്ട്രക്ട് ചെയ്യണം, അതിൻ്റെ കവർ കൺസ്ട്രക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ അൺക്രാക്ഡ് സെക്ഷനെ ഡിസൈൻ ചെയ്യുന്നത്. സോ ഫുൾ കോൺക്രീറ്റിനെ വിത്ത് സ്റ്റീൽ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യണം. പ്രൊവൈഡഡ് ടെൻസൈൽ സ്ട്രെസ് ഡെവലപ്ഡ് ഇൻ ദ കോൺക്രീറ്റ് ആർ ലെസ് ദാൻ പെർമിസിബിൾ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കോഡിൻ്റെ വാല്യൂസ് ഉണ്ട്. സോ ആ വാല്യൂവിനേക്കാളും കുറച്ചായിരിക്കണം, എന്നാലേ നമുക്ക് അൺക്രാക്ഡ് സെക്ഷനായിട്ട് നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. അതാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ്. അടുത്ത് നമുക്ക് നോക്കുമ്പോൾ അതിൻ്റെ മീനിങ് ഫോർ ക്രാക്കിംഗ് ഓഫ് സ്ട്രെസ് ഇൻ കോൺക്രീറ്റ് എന്ന് പറയുമ്പോൾ ടോട്ടൽ ഏരിയ ഓഫ് ദ ക്രാക്ക് നമ്മളിപ്പോൾ പറഞ്ഞെങ്കിൽ അതിനെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്
ഫുൾ കവർ നമ്മൾ കൺസിഡർ ചെയ്യും, സ്റ്റീൽ കൺസിഡർ ചെയ്യും, കോൺക്രീറ്റ് കൺസിഡർ ചെയ്യും. സോ അതിൻ്റെ മീനിങ് അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻ എന്ന് പറയുമ്പോൾ ടോട്ടൽ ഏരിയ ഓഫ് ദ കോൺക്രീറ്റ് ഇൻക്ലൂഡിങ് കവർ ഈസ് ടു ബി കൺസിഡർഡ് ഇൻ ദ അനാലിസിസ്. സോ കോൺക്രീറ്റിനെ നമ്മൾ വിത്ത് കവറിനോട് കൺസിഡർ ചെയ്യും. പിന്നെ കോൺക്രീറ്റ് ഇൻ ടെൻഷൻ സോൺ ഈസ് ഓൾസോ കൺസിഡർഡ്. കോൺക്രീറ്റിൻ്റെ ടെൻഷൻ സോൺ നമുക്കറിയാം. ഇപ്പോൾ ഒരു ബീം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതിന് ന്യൂട്രൽ ആക്സിസ് ആയിട്ട് കൺസിഡർ ചെയ്യണം. നമ്മൾ ഇപ്പോൾ ലോഡിങ് അപ്ലൈ ചെയ്യുമ്പോൾ മുകളിൽ കംപ്രഷൻ ആയിരിക്കും, താഴെ ടെൻഷൻ ആയിരിക്കും. സോ താഴെയാണ് നമ്മൾ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുന്നത്. ബിക്കോസ് ടെൻഷനെ അത് നല്ലപോലെ അത് കോൺട്രാക്റ്റ് ചെയ്യും സ്റ്റീൽ. സോ അത് ടെൻഷൻ സ്റ്റീൽ കവർ ചെയ്യും, പ്ലസ് മുകളിൽ കോൺക്രീറ്റ് കവർ ചെയ്യും. നമുക്കറിയാം കോൺക്രീറ്റ് മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്നത് കംപ്രസീവ് സ്ട്രെസ്സിനാണ്. സോ മുകളിൽ കംപ്രസീവ് സ്ട്രെസ്സിനെ കോൺക്രീറ്റ് ഹാൻഡിൽ ചെയ്യും, അതേപോലെ ടെൻഷനെ സ്റ്റീൽ ഹാൻഡിൽ ചെയ്യും. ഇങ്ങനെയാണ് അതിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ ഈ കേസിൽ നമ്മൾ ഫുൾ കോൺക്രീറ്റ് വിത്ത് സ്റ്റീലാണ് കൺസിഡർ ചെയ്യുന്നത്. സോ അടുത്ത് നമുക്ക് സ്ട്രെസ് ഇൻ കോൺക്രീറ്റ്. ഈ കോമ്പിനേഷൻ ഓഫ് സ്ട്രെസ് ഇൻ കോൺക്രീറ്റ് എന്ന് പറയുമ്പോൾ സ്ട്രെസ്സിൻ്റെ ഒരു ഫോർമുല ഉണ്ട്, അതാണ് ഇത്. അത് ഷുഡ് ബി ലെസ് ദാൻ ആ ടേബിളിൽ കൊടുത്തേക്കുന്ന വാല്യൂവിനേക്കാളും കുറവായിരിക്കണം. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിൻ്റെ ഡീറ്റെയിൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്കൊരു ടാങ്ക് കൺസിഡർ ചെയ്യണം. ടാങ്ക് കൺസിഡർ ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ ഈ ടാങ്കിൻ്റെ ഒരു ടോപ്പ് വ്യൂ ഒന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. അതിൻ്റെ ഒരു സെക്ഷൻ അല്ലെങ്കിൽ ഒരു പ്ലെയിനാണ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. സോ പ്ലെയിൻ കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ ഹൂപ്പ് ടെൻഷൻ, ഇപ്പോൾ ടാങ്ക് നമുക്കറിയാം വാട്ടർ സ്റ്റോർ ചെയ്യാനാണ്. അപ്പോൾ വാട്ടർ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ടാങ്കിൽ ഹൂപ്പ് സ്ട്രെസ് പ്രൊവൈഡ് ചെയ്യും, ഹൂപ്പ് ടെൻഷൻ പ്രൊവൈഡ് ചെയ്യും. ആ ഹൂപ്പ് ടെൻഷനാണ് ഈ ടാങ്കിൻ്റെ ഡയമെൻഷനെ കൂട്ടാൻ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ അത് കൂടാതിരിക്കാൻ നമ്മൾ എന്താണ് ചെയ്യുന്നത്, ഹൊറിസോണ്ടൽ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കും. അതാണ് ഈ ഡയഗ്രാം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഹൊറിസോണ്ടൽ റീഇൻഫോഴ്സ്മെൻറ്റ് പ്ലസ് പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ സ്ട്രെസ്, ഇപ്പോൾ ഹൂപ്പ് ടെൻഷനാണ് ഫോം ആവുന്നത്, അത് ടുവേർഡ്സ് ദ സ്ക്രീൻ. ഇത് 3D ഡയഗ്രാം ആയിട്ട് നിങ്ങൾ ഇമാജിൻ ചെയ്യണം. സോ ഒന്ന് ടുവേർഡ്സ് ദ സ്ക്രീൻ ആയിരിക്കും, ഒന്ന് അവേ ഫ്രം ദ സ്ക്രീൻ ആയിരിക്കും. സോ അങ്ങനെയാണ് ഈ സ്ട്രെസ്സിനെ നമുക്ക് ഡയഗ്രാമിൽ ഇങ്ങനെയാണ് റിപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്നത്. സോ അതാണ് ഹൂപ്പ് ടെൻഷൻ. ഹൂപ്പ് ടെൻഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാൻ പറ്റും, ഇപ്പോൾ നമ്മൾ ഫുൾ കോൺക്രീറ്റിനെ വിത്ത് സ്റ്റീലാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും FCT ഇൻറ്റു AST എന്ന് പറയുമ്പോൾ കോൺക്രീറ്റിൻ്റെ സ്ട്രെസ്സും അതാണ് FCT. അതേപോലെ കോൺക്രീറ്റിൻ്റെ ഏരിയ ഇൻ ടെൻഷൻ അത് നമ്മൾ കൺസിഡർ ചെയ്യും. അതായത് ഈ സ്റ്റീൽ ബാർ അല്ലാത്തത് ബാക്കി ഫുൾ ഏരിയ, കോൺക്രീറ്റിൻ്റെ ഫുൾ ഏരിയ നമ്മൾ കൺസിഡർ ചെയ്യും വിത്ത് സ്ട്രെസ് ഇൻ കോൺക്രീറ്റ് പ്ലസ് സ്ട്രെസ് ഇൻ സ്റ്റീലിനെ കൺസിഡർ ചെയ്യും ഇൻറ്റു ഏരിയ ഓഫ് സ്റ്റീലിനെ കൺസിഡർ ചെയ്യും. സോ അതാണ് ടോട്ടൽ ഹൂപ്പ് ടെൻഷൻ. അതാണ് നമ്മൾ കൺസിഡർ ചെയ്തത് ഫുൾ കോൺക്രീറ്റ് വിത്ത് റീഇൻഫോഴ്സ്മെൻറ്റ്. സോ അങ്ങനെ കൺസിഡർ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഇപ്പോൾ നമുക്ക് ഇത് കാണാൻ പറ്റും. ഈ ഫസ്റ്റ് ലൈനിൽ ഓൺലി സ്റ്റീലും ഉണ്ട് കോൺക്രീറ്റും ഉണ്ട്, രണ്ട് വാല്യൂസാണ്. സോ നമ്മൾക്ക് അത് കൺവേർട്ട് ചെയ്യുന്നത് ഒന്നെങ്കിൽ അതിനെ കോൺക്രീറ്റ് ആയിട്ട് എടുക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ടോട്ടൽ സ്റ്റീലായിട്ട് എടുക്കണം. അങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മൾ എം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എം അറിയാൻ നമുക്ക് മോഡുലർ റേഷ്യോ ആണ്, സ്ട്രെസ് ഇൻ സ്റ്റീൽ ബൈ സ്ട്രെസ് ഇൻ കോൺക്രീറ്റ്. സോ ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ കാണാൻ പറ്റും FSTൻ്റെ പ്ലേസിൽ നമുക്ക് M ഇൻറ്റു FCT എന്ന് ചെയ്യാൻ പറ്റും. ഈ FCT ഇങ്ങോട്ട് പോയാൽ FCT ഈസ് ഈക്വൽ ടു M ഇൻറ്റു FCT. സോ ആ കേസിൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ കിട്ടിയ വാല്യൂ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു ടേംസിൽ ഫുൾ കോൺക്രീറ്റിൻ്റെ ടേംസിൽ നമുക്ക് വാല്യൂ കിട്ടി, FCT ഇൻറ്റു AC പ്ലസ് M ഇൻറ്റു FCT ഇൻറ്റു AST. സോ നമുക്ക് കോൺക്രീറ്റിൻ്റെ ടേംസിൽ ഫുൾ വാല്യൂ കിട്ടി. എന്നിട്ട് നമ്മൾ ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത FCT വെളിയെടുത്ത് AC പ്ലസ് M ഇൻറ്റു AST. പിന്നെ നമുക്ക് ഇപ്പോൾ കൺസിഡർ ചെയ്യുന്നത്, ഇപ്പോൾ ഈ ഹൈറ്റ് എന്ന് പറയുമ്പോൾ 1 മീറ്ററാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ അതിനാണ് 1000 mm എന്ന് പറയുന്നത്. പിന്നെ തിക്നെസ് ഓഫ് ദ ടാങ്ക് എന്ന് പറയുമ്പോൾ T ആണ് കൺസിഡർ ചെയ്യുന്നത്. സോ അത് നമ്മൾ അഡോപ്റ്റ് ചെയ്താൽ നമുക്ക് ഏരിയ ഓഫ് ദ ടാങ്ക് കിട്ടും. മൈനസ് AST പ്ലസ് M ഇൻറ്റു AST. ഇതാണ് വളരെ കൺഫ്യൂസിങ് ടേം RCC കൺസെപ്റ്റിൽ. അതെന്താണെന്ന് വെച്ചാൽ -AST എന്തിനാണ് ചെയ്തതെന്ന് വെച്ചാൽ -AST എന്ന് പറയുമ്പോൾ ഏരിയ ഓഫ് ദ സ്റ്റീലായിരിക്കും. അതിനെ നമ്മൾ മൈനസ് ചെയ്ത്
പ്ലസ് എം ഇൻറ്റു എ എസ് ടി. നമുക്കറിയാം എം മോഡുലർ റേഷ്യോ ആണ്. എം ഇൻറ്റു എ എസ് ടി ചെയ്യുമ്പോൾ ഇക്വലൻറ്റ് കോൺക്രീറ്റ് ആണ് ആഡ് ആവുന്നത്. എത്രയാണോ സ്റ്റീൽ മൈനസ് ചെയ്തത് എം ഇൻറ്റു എ എസ് ടി ചെയ്യുമ്പോൾ എത്രയാണോ സ്റ്റീലിൻ്റെ ഏരിയ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്തത് എം ഇൻറ്റു എ എസ് ടി ചെയ്യുമ്പോൾ അത്ര സ്റ്റീൽ അത്ര കോൺക്രീറ്റ് ആഡ് ആവും. സോ അതിനെയാണ് മൈനസ് എ എസ് ടി ആദ്യം ചെയ്ത് പ്ലസ് എം ഇൻറ്റു എ എസ് ടി കൺസിഡർ ചെയ്യുന്നത്. സോ അത് അങ്ങനെ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്കൊരു ഫോർമുല കിട്ടും. എഫ് സി ടി പ്ലസ് എഫ് സി ടി ഇൻറ്റു എം 1000 ഇൻറ്റു ടി പ്ലസ് എം -1 ഇൻറ്റു എ എസ് ടി. അതിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യുമ്പോൾ എഫ് സി ടിയുടെ വാല്യൂ കിട്ടും. എഫ് സി ടിയുടെ വാല്യൂ എന്ന് പറയുമ്പോൾ അതാണ് ഹൂപ്പ് ടെൻഷൻ എത്രയാണോ ബൈ 1000 ഇൻറ്റു ടി പ്ലസ് എം -1 ഇൻറ്റു എ എസ് ടി. അതാണ് ആക്ച്വലി ഈ ഫോർമുല എന്ന് പറയുമ്പോൾ. സോ അതാണ് ഇതിൻ്റെ ഡീറ്റെയിലിംഗ്. സോ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് അത് പോസ് ചെയ്ത് നോക്കിയാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ അടുത്ത ടെൻഷൻ എന്ന് പറയുമ്പോൾ ബെൻഡിങ് ടെൻഷനാണ്. ഇപ്പോൾ നമ്മൾ കോൺക്രീറ്റിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ സ്ലാബ് ഒരു സ്ഥലത്ത് ബോണ്ട് ചെയ്ത് വെച്ച് രണ്ട് സ്ഥലത്ത് ബോണ്ട് ചെയ്ത് വെച്ച് അതിൻ്റെ വാട്ടറിൻ്റെ ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഇതിൻ്റെ സ്ലാബിൻ്റെ ബെൻഡ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. സോ അപ്പോഴാണ് നമ്മൾ ബെൻഡിങ് ടെൻഷൻ കൺസിഡർ ചെയ്യുന്നത്. സോ ബെൻഡിങ് ടെൻഷൻ നമുക്ക് ഫോർമുല അറിയാം. ബെൻഡിങ് മൊമെൻറ്റ് എം ബൈ ഐ ഇസിക്വൽ ടു എഫ് ബൈ ഐ. അത് ബേസിക് ഫോർമുലയാണ്. അതാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. എം ബൈ ഐ ഇസിക്വൽ ടു എഫ് ബൈ ഐ. അതാണ് നമുക്ക് കാണാൻ പറ്റും. എഫ് ഇത് സ്ട്രെസ് ഡെവലപ്ഡ് ആണ് ഡ്യൂ ടു ബെൻഡിങ് ടെൻഷൻ ഈക്വൽ ടു ബെൻഡിങ് മൂമെൻറ്റ് ബൈ ഐ ഇക്വലൻറ്റ് ഇൻറ്റു വൈ ബി. ഇത് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒരു ക്രോസ് സെക്ഷൻ എടുത്ത് അതിൻ്റെ നമ്മൾ ഈ വ്യൂവിലാണ് നമ്മൾ നോക്കുന്നത്. ഇത് നമുക്കറിയാം ഇത് ന്യൂട്രൽ ആക്സിസ് ആണ്. അതിൻ്റെ താഴെ നമ്മൾ കാണാൻ പറ്റുന്നത് ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് ബാർസ് ആണ്. സോ ഇതിൽ ലോഡ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഇതിന് എന്താണ് ബെൻഡിങ് വേരിയേഷൻ വരുന്നത്, ബെൻഡിങ് ടെൻഷൻ എത്രയാണ് വരുന്നത്, അത് നമുക്ക് ഈ ഫോർമുലയിൽ കൂടെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ നമുക്ക് കിട്ടുന്ന വാല്യൂ, അതിൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ഷുഡ് ബി ലെസ് ദാൻ ദ കോഡിൽ പറഞ്ഞിരിക്കുന്നതിനേക്കാൾ കുറവായിരിക്കണം അതിൻ്റെ നമുക്ക് കിട്ടുന്നത് വാല്യൂ. ആ കോഡിൻ്റെ വാല്യൂ നമുക്ക് നോക്കാം. കോഡ്സിൻ്റെ വാല്യൂ എന്ന് പറയുമ്പോൾ M25 ഇതായിരുന്നു ആക്ച്വലി ബെൻഡിങ് ടെൻഷൻ. ഇതാണ് നമ്മൾ ആദ്യം നോക്കിയത്. ഇത് ആക്ച്വലി ഹൂപ്പ് ടെൻഷൻ നമ്മൾ നോക്കിയായിരുന്നു. അതാണ് അതിൻ്റെ ഡെഫിനിഷൻ ഡയറക്റ്റ് ടെൻഷൻ. സോ ബെൻഡിങ് ടെൻഷൻ എന്ന് പറയുമ്പോൾ രണ്ട് സ്ലാബ് ഹോൾഡ് ചെയ്ത് വാട്ടറിൻ്റെ ആക്ഷൻ ഉണ്ടാവുന്നതാണ് നമ്മൾ ബെൻഡിങ് ടെൻഷൻ എന്ന് പറയുമ്പോൾ. സോ നമുക്കറിയാം M25. ഇതിൻ്റെ വാല്യൂസ് പഠിക്കാൻ കുറച്ച് ടഫാണ്. സോ നമുക്ക് കുറച്ച് ട്രിക്സ് യൂസ് ചെയ്ത് പഠിക്കാം. ഫസ്റ്റ് M25 നമുക്ക് വാല്യൂ അറിഞ്ഞിരിക്കണം 1.8 പ്ലസ് 0.2 ചെയ്യുമോ അപ്പോൾ 2 കിട്ടും. പ്ലസ് 0.2 ചെയ്യുമ്പോൾ 2.2 കിട്ടും. ആ 0.2 ആണ് ഇതിവിടെ നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫുൾ വാല്യൂ M50 വരെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ M25 1.8 എന്ന് നമ്മൾ പഠിക്കണം. പ്ലസ് 0.2 ആഡ് ചെയ്ത് നമുക്ക് ഫുൾ സ്ട്രെങ്ത് ഏത് ഗ്രേഡിൻ്റെ ആണോ ആ ഗ്രേഡിൻ്റെ നമുക്ക് ബെൻഡിങ് ടെൻഷൻ കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ ഡയറക്റ്റ് ടെൻഷൻ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വാല്യൂ 0.3 ആണ്. ഇവിടെയും 0.2 ആൻഡ് 0.1 കോമ്പിനേഷനാണ്. ഫസ്റ്റ് കേസിൽ 0.2 ആണ് ആഡ് ആവുന്നത്, അപ്പോൾ 1.5 ആവും. സെക്കൻഡ് കേസിൽ 0.1 ആണ് ആഡ് ആവുന്നത്, അപ്പോൾ 0.6 ആവും. അടുത്ത കേസിൽ 0.2 രണ്ട് പ്രാവശ്യം ആഡ് ആവും, അപ്പോൾ 1.8 ആവും, 2 ആവും. അതേ അടുത്ത പ്രാവശ്യം നമ്മൾ ആഡ് ചെയ്യുമ്പോൾ 0.1 ആണ് ആഡ് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് 2 കിട്ടും. കുറച്ച് നമ്മൾ യൂസ് ചെയ്ത് നമുക്ക് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇത് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. ഈ വാല്യൂസ് ഈസി ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. ഇത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണെന്ന് വെച്ചാൽ ടേബിൾ 1 ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഓഫ് IS 3370. ഇതിലാണ് നമ്മൾ ആക്ച്വലി മെയിൻ കൺസേൺ ആവുന്നത്. ഡിസൈൻ ബേസിൽ ടാങ്കിൽ ഡിസൈൻ കൺസിഡർ ചെയ്യുമ്പോൾ ടെൻഷൻ, ഡയറക്റ്റ് ടെൻഷൻ ആൻഡ് ബെൻഡിങ് ടെൻഷൻ ഇതാണ് ആക്ച്വലി നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ നമ്മളിപ്പോൾ നോക്കിയിരുന്നത് ഇതായിരുന്നു അൺക്രാക്ട് സെക്ഷൻ ആണ് നമ്മൾ കൺസിഡർ ചെയ്തത്. സോ അതിൽ നമ്മൾ ഫുൾ കോൺക്രീറ്റ് കൺസിഡർ ചെയ്തു. അതിൽ ഞാൻ പറഞ്ഞ പോലെ മേളിലെ ഭാഗത്തിൽ കംപ്രഷനും താഴത്തെ ഭാഗത്തിൽ ടെൻഷനാണ് ആവുന്നത്. സോ അത് കൺട്രോൾ ആവുന്നത് ഈ സ്റ്റീൽ ബേസിലാണ് കൺട്രോൾ ആവുന്നത്. സോ വിത്ത് കവറാണ് നമ്മൾ കൺസിഡർ ചെയ്തത്. സോ അതിൻ്റെ വാല്യൂ എന്ന് പറയുമ്പോൾ ക്രാക്കിംഗ് സ്ട്രെസ് നമ്മളിപ്പോൾ RCCയിൽ നമ്മൾ ബേസിക് കൺസെപ്റ്റാണ്. മിനിമം ക്രാക്കിംഗ് സ്ട്രെസ്സിനെ
മിനിമം ക്രാക്കിംഗ് സ്ട്രെസ്സിനേക്കാളും ഒരിക്കലും അത് എക്സീഡ് ചെയ്യാൻ പാടില്ല. ബട്ട് ഈ ടാങ്കിൻ്റെ കേസിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ എപ്പോഴും അത് വളരെ മിനിമൽ സ്ട്രെസ് മാത്രമേ കൊടുക്കത്തുള്ളൂ. സോ FCR ആ വാല്യൂ അത്ര റേഞ്ച് പോലും ആവത്തില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ FCRൻ്റെ ഫോർമുല നമുക്കറിയാം. FCR = 0.7 × √FC. ഇവിടെ നമ്മൾ M25 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ, M25 ഗ്രേഡിൻ്റെ ആണ് കൺസ്ട്രക്ടിങ് ചെയ്യുന്നതെങ്കിൽ 25 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 5 × 7.7 ആണ്. അപ്പോൾ 3.5 എന്ന് നമുക്ക് FCR കിട്ടും. 3.5. സോ നിങ്ങൾക്ക് കാണാൻ പറ്റും, നമ്മൾ പഠിച്ചത് ഫസ്റ്റ് വാല്യൂ ബെൻഡിങ് ടെൻഷനിൻ്റെ M25 എന്ന് പറയുമ്പോൾ 1.8 ആയിരുന്നു. സോ അത് വെച്ച് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എത്ര കുറച്ചാണ് നമ്മൾ സ്ട്രെസ് അപ്ലൈ ചെയ്യുന്നതെന്ന്. സോ ഇത് വളരെ സേഫ് ആയിരിക്കും നമ്മൾ ഇങ്ങനെ ഡിസൈൻ ചെയ്താൽ. പിന്നെ അടുത്തെന്ന് പറയുമ്പോൾ ക്രാക്ഡ് സെക്ഷനാണ്. സോ നമ്മൾ ഇപ്പോൾ ഡിസൈൻ ചെയ്തത് കോൺക്രീറ്റിൻ്റെ ആയിരുന്നു. സ്ട്രെസ് ചെക്ക് ചെയ്യാനാണ്. സ്ട്രെസ് ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും അൺക്രാക്ഡ് സെക്ഷനായിട്ടാണ് ഡിസൈൻ ചെയ്യുന്നത്. ബട്ട് ഇൻ കേസ് ഓഫ് സ്റ്റീൽ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ ക്രാക്ഡ് സെക്ഷനായിട്ടാണ് ഡിസൈൻ ചെയ്യുന്നത്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ആ ഫുൾ കവർ ചെയ്യാം. അതുവരയ്ക്കും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക ആൻഡ് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് എ ലോട്ട്.